എന്താ ഇപ്പൊ കുട്ടീൻ്റെ കോലായത്? ഈ ഒന്നും കുട്ടിക്ക് തിന്നാൻ കൊടുക്കണില്ലേ? ഒരു വയസ്സും 2 വയസ്സും ഉള്ള കുട്ടികളുടെയൊക്കെ ഉമ്മമാർ പലപ്പോഴും നേരിടുന്ന ഒരു വലിയ ഇടങ്ങേറ് പിടിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഈ കുട്ടികൾ മുലകുടി മാറി പതുക്കെ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ കുറച്ച് മെലിയും. ഇത് കണ്ടു കഴിഞ്ഞാൽ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇവരിങ്ങനെ വന്നിട്ട് ചോദിക്കും, എന്താ ഇപ്പൊ കുട്ടീൻ്റെ കോലായത്? ഈ ഒന്നും കുട്ടിക്ക് തിന്നാൻ കൊടുക്കണില്ലേ? ഈ ചോദ്യം കേൾക്കൽ അത്ര രസമുള്ള കാര്യമല്ല കേട്ടോ. കാരണം ഈ ഉമ്മ രാത്രി ഈ കുട്ടിക്ക് വേണ്ടി ഉറക്കമൊഴിയുന്ന ഉമ്മയാണ്. ഈ ഉമ്മ കുട്ടീനെ മുലയൂട്ടുന്ന ഉമ്മയാണ്. എങ്ങനെയെങ്കിലും ഈ വാശി പിടിക്കുന്ന കുട്ടീനെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഉമ്മയാണിത്. ഈ ഉമ്മൻ്റെ മുന്നിൽ നിന്ന് ഒന്നും കൊടുക്കണില്ലേ എന്ന് ചോദിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വിചാരിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, ഒന്നും കൊടുക്കണില്ല. എനിക്ക് തോന്നുന്നുണ്ടോ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ഒന്നും കൊടുക്കാതിരിക്കുന്നു, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു? ഒരു കുട്ടി ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടുന്ന ഉമ്മമാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും കൊടുക്കണില്ലേ, എന്താ കോലായിക്കണത്? ഈ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഇനിയും നമ്മളെ നാട്ടിലായിട്ടില്ലേ? എന്താ ഇപ്പൊ കുട്ടീൻ്റെ കോലായിക്കണത്, ഒന്നും കൊടുക്കണില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കലൊക്കെ സ്ത്രീകളോടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും വലിയ ശത്രു സ്ത്രീകൾ തന്നെയാണ്. അനാവശ്യമായ ചോദ്യമാണ്, എന്താ കൊടുക്കണില്ലേ? കുട്ടി ആരോഗ്യത്തിലുണ്ടല്ലോ, അൽഹംദുലില്ലാ. കുട്ടി ആക്റ്റീവ് ആണല്ലോ, അൽഹംദുലില്ലാ. തടിച്ച കുട്ടിയാണെങ്കിൽ അതും പോയി പറയും, എന്താ കുട്ടിക്ക് കൊടുക്കണത്? കുട്ടി എല്ലാം കൂടി എന്താ അയക്കണത് തടിച്ചിട്ട്? മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ അവിടെ പോയിട്ട് പറയും, എന്താ കോലായിക്കണ, പെൻസിൽ പോലെ ഉണ്ട് ഈ കുട്ടി, നമുക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്തൂടെ? ഒരു ഉമ്മമാരും ഒരു കുട്ടിക്കും തിന്നാൻ കൊടുക്കാതിരിക്കുന്നില്ല. അവർ എങ്ങനെയൊക്കെ തീറ്റിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക.